നമസ്കാരം. ഞാനിപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു ക്ലിനിക്കാണിത്. ക്ലിനിക്കിൽ ഉള്ളൊരു 10 kW സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഹൈബ്രിഡ് വർക്കാണ്. 10 kW സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലിനിക്കാണ്. അപ്പോൾ ഇവിടെ പകൽ സമയങ്ങളിൽ നമുക്ക് ഒരു 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കറണ്ട് പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ ഒരു ജനറേറ്റർ വയ്ക്കാമെന്നൊരു ആലോചനയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഹൈബ്രിഡിൻ്റെ ഒരു കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഹൈബ്രിഡ് വെച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ഇനി പകൽ സമയത്ത് മാത്രം വർക്കിംഗ് ആയ കാരണം കൊണ്ട് വേറെ കറണ്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും വരാനായിട്ട് പോകുന്നില്ല. ഇവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡെയിലി ഒരു 10 kW ഇൻവെർട്ടറും 2 ബാറ്ററിയുടെ യൂണിറ്റുമാണ്. നമുക്ക് ഇതിനകത്ത് 10 kW സ്റ്റോറേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 10 kW പാനലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് 10 kW നിന്ന് അത്യാവശ്യം ആവശ്യമുള്ള കറണ്ട് നമുക്ക് വരുന്നതായിരിക്കും. അതിൽ കൂടുതൽ കറണ്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർമെന്റ് വരാന്ന് വെച്ചാൽ മാത്രമാണ് നമ്മൾ KICBയിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. ഇനി പകൽ സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് സോളാർ പാനലിലാണ്. അപ്പോൾ എത്ര kW ആണോ ഇവിടെ ഉപയോഗിക്കുന്നത് അത് ആദ്യം ഇൻവെർട്ടർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മുകളിൽ നിന്നും നമുക്കിപ്പോൾ ഇവിടെ കറണ്ട് ഇവിടെ ലൈവ് ഒരു 5000 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 8000 വാട്ട്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ മുകളിൽ നിന്ന് നമുക്കൊരു 5000 വാട്ട്സ് സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആ 5000 വാട്ട്സ് പാനലിൽ നിന്നും ബാക്കി വരുന്ന 3000 വാട്ട്സ് ബാക്കപ്പ് ലോഡിൽ നിന്നുമാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ലോഡ് സോളാറിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സോളാറിൽ നിന്ന് എടുക്കുകയും ബാറ്ററി ബാക്കപ്പായിട്ട് വെക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററിങ് ആപ്പിലോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ നിലവിൽ ഈ കാണിക്കുന്നത് നമ്മളിവിടെ എക്സ്പോർട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ കാരണം എന്താ വെച്ചാൽ നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് നെറ്റ് മീറ്റർ കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എക്സ്പോർട്ട് നമ്മൾ ഓഫാക്കിയേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടുത്തെ ലൈവ് ലോഡ് നമ്മൾ ഓണാക്കിയില്ല. ജസ്റ്റ് ചെറിയൊരു ലൈറ്റിൻ്റെ ലോഡ് മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ മുകളിൽ നിന്ന് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ലോഡ് മാത്രമാണ് ഇൻവെർട്ടർ പ്രൊഡക്ഷൻ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ലോഡ് ഷെയറിങ് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഉള്ള ചെറിയ ക്ലിനിക്കുകളോ അല്ലെങ്കിൽ പകൽ സമയത്ത് കൂടുതൽ വർക്കിംഗ് അവേഴ്സ് എടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഹൈബ്രിഡ് സിസ്റ്റം വളരെ നല്ലതാണ്. അവർക്ക് വേറെ ജനറേറ്ററിൻ്റെയോ മറ്റോ കാര്യങ്ങളൊന്നും സപ്പോർട്ടില്ലാതെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇതാണ് നമ്മളുടെ 10 kW ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ നമ്മളൊരു 5 kW വേറൊരു സിസ്റ്റം കൂടി ഓൺ ഗ്രിഡ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും പാനൽ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. സ്ട്രക്ചർ ഒരുമിച്ചാണ് ചെയ്തേക്കണേ. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. അത് കാരണം കൊണ്ട് തന്നെ മഴയത്ത് കുട ചൂടി നിന്ന് ഡീറ്റെയിൽസ് പറയേണ്ടൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്പോളയുടെ 3.5 പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തേക്കണേ. ഒരു അനക്കല്ലാത്ത രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഒരടി കനത്തിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത് ഒരു 25 കൊല്ലത്തേക്ക് ലാസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് സ്ട്രക്ചർ കംപ്ലൈൻറ്റ് വരികയും പിന്നീട് അത് വലിയ
ബുദ്ധിമുട്ടാവും. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാനലെല്ലാം ഇതിനകത്ത് ഉറപ്പിച്ചിരിക്കുന്നത് നമ്മൾ SS-ൻ്റെ ജെ ബോൾട്ട് ഇട്ടിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന് ഇത് നാശമായി പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SS-ൻ്റെ ജെ ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ പാനലും ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടോപ്കോൺ പാനലാണ്. അതുപോലെ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ 3 ആക്കി കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കൂടിയ കാരണം കൊണ്ട് SS-ൻ്റെ ലൈറ്റ്നിങ് അറസ്റ്ററാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ 590 വാട്ട്സിൻ്റെ ടോപ്കോൺ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.